ശംസികായിക്ക് സ്തുതിയായിരിക്കട്ടെ. മറിയം പറഞ്ഞു, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46, 47, 48 വചനങ്ങളാണ്. മറിയം പറഞ്ഞു, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ആനന്ദം എൻ്റെ രക്ഷകനായ ദൈവത്തിങ്കിലേക്ക് എപ്പോൾ എത്തുന്നു? എൻ്റെ ആനന്ദം എൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ നിയമത്തിലാണ്. എൻ്റെ ആനന്ദം മുഴുവൻ എൻ്റെ രക്ഷകനായ ദൈവം തൻ്റെ കരം പിടിച്ചെന്നെ നടത്തുന്ന അവിടുത്തെ പദ്ധതിയോട് ഞാൻ ഐക്യപ്പെടുന്നില്ല. എൻ്റെ പേരെഴുതി വച്ചിരിക്കുന്ന തൻ്റെ ഉള്ളംകൈയിൽ എൻ്റെ പേരെഴുതി വെച്ച് എന്നെ കരം പിടിച്ച് നടത്തുന്ന എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ എത്രമാത്രം ആനന്ദിക്കുന്നുണ്ട്. ഞാൻ ആനന്ദിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളിലും ഭൗതികമായ സന്തോഷങ്ങളിലുമാണെങ്കിൽ എൻ്റെ ആനന്ദം സ്വർഗത്തിലെത്തുന്നില്ല, രക്ഷകനായ ദൈവത്തിലല്ല എൻ്റെ ആനന്ദം. പരിശുദ്ധ അമ്മ ആനന്ദിച്ചത് മുഴുവൻ രക്ഷകനായ ദൈവത്തിലാണ്. ദൈവവചനത്തിന് മുമ്പിൽ ഇതുപോലെ അടിയറ വെച്ച് സമർപ്പിച്ച ഒരു മനുഷ്യ വ്യക്തി ഇന്നോളം ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ജനിച്ചിട്ടില്ല. വചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണ സ്വയംദാന സമർപ്പണം നടത്തി. ഈശോ അത് പരിശുദ്ധ അമ്മ വചനത്തിന് അടിയറ വെച്ച കാര്യം പലപ്പോഴും എടുത്തു പറയുന്നുണ്ട്. അത് എടുത്തു പറയുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 26, 27 വചനങ്ങളിലാണ്. സമൂഹത്തിൽ നിന്ന് ഒരു സ്ത്രീ, ജനക്കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും എത്ര ഭാഗ്യമുള്ളവയെന്ന്. അപ്പോൾ യേശു അപ്പോൾ തന്നെ, അതേ ലൂക്കായുടെ സുവിശേഷം 11:27 അപ്പോൾ തന്നെ മറുപടി പറയുക, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരാരോ അവരാണ് കൂടുതൽ ഭാഗ്യമുള്ളവരെന്ന്. പരിശുദ്ധ അമ്മ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാമത് വചനത്തിൽ ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ ഈ ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വചനം അങ്ങ് സ്വീകരിച്ചു. ആ വചനത്തിന് മുൻപിൽ മറിയം തന്നെ അടിയറ വെച്ചു. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാം വചനത്തിലാണ്. നരകം ഞെട്ടിവിറച്ച്, നരകം തകർന്ന് തരിപ്പണമായി, പൈശാചി സാന്നിധ്യങ്ങൾ ഇല്ലാതായി, പൈശാചി സാന്നിധ്യം നിർവീര്യമായി, പിശാച് കെട്ടിയ കെട്ടുകൾ പൊട്ടിക്കുന്ന ആ വചനം മറിയം സ്വീകരിച്ച വചനം. വചനത്തിന് മുമ്പിൽ മറിയം തന്നെ അടിയറ വെച്ചു. വചനം തൻ്റെ കാതുകളിലൂടെ കേട്ട വചന ഹൃദയത്തിൽ സ്വീകരിച്ചു. അതിന് ഉദരത്തിൽ ജീവനേകാൻ തന്നെ വിട്ടുകൊടുത്ത അത്ഭുതകരമായ നിമിഷം. അതുകൊണ്ട് പരിശുദ്ധ ഓർത്ത് നോക്കണം. സാധാരണ ഒരു ചെറിയ ഗ്രാമീണ പെൺകുട്ടി, 10, 13, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ദൈവം, അത് ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ മനുഷ്യൻ ഇന്നോളം ചെയ്ത മുഴുവൻ പാപത്തിനും പരിഹാരമായി തൻ്റെ പുത്രനെ, ദൈവത്തിൻ്റെ പുത്രനെ പിറക്കാൻ തക്ക വാസയോഗ്യമായ ഒരിടം മറിയത്തിൽ കണ്ടെത്തിയെന്ന് പറയുന്നത് ഏറ്റവും വലിയ വിടുതലാണ്. അത് ഏറ്റവും വലിയ സന്തോഷമാണ്. അത് ഏറ്റവും വലിയ ആനന്ദമാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായൊരു തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിൻ്റെ വലിയൊരു തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിൻ്റെ വിളിക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ മൊഴികൾക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ വചസ്സുകൾക്ക് മുമ്പിൽ മറിയം, അതേ പരിശുദ്ധ അമ്മ തന്നെ തുറന്നിട്ട ഈ വചനം മുഴുവൻ സ്വാംശീകരിക്കാൻ തക്ക വിധത്തിൽ തുറന്നിട്ട ഒരു പാതയാക്കി മാറ്റുക ചെയ്തേ. പരിശുദ്ധ അമ്മയുടെ ഒരു സമർപ്പണം, ഒരു എളിമ, പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം കൊണ്ട് എത്രയോ മനുഷ്യർ രക്ഷപ്പെട്ടു പോകുന്നത്, പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നതിൽ എത്രയോ മനുഷ്യർ രക്ഷപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ പക്ഷത്തേക്ക് ആളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങളുടെ ആരാധനയൊക്കെ വളരെ കൂടിപ്പോകുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കുന്നുണ്ടെന്ന്. എന്നാൽ 1% വിവരമുള്ളവർ പരിശുദ്ധ അമ്മയെ ആരാധിക്കുന്നില്ല. ദൈവത്തിലേക്കാണ് എല്ലാ കരങ്ങളും എല്ലാ വഴികളും. എല്ലാം നദികളും സമുദ്രത്തെ ലക്ഷ്യമാക്കി ഒഴുകുന്ന പോലെ പരിശുദ്ധ അമ്മയും തൻ്റെ നാഥൻ ദൈവത്തെ കേന്ദ്രീകൃതമായിട്ടാണ് ഒഴുകുന്നത്, സഞ്ചരിക്കുന്നു. അതല്ലേ ലൂക്കാ 1:38 സമ്പൂർണ്ണ സ്വയംദാന സമർപ്പണം നടത്തി, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവവചനത്തിന് മുമ്പിൽ അടിയറ വെച്ചു. അതുകൊണ്ട് യേശു അത് തന്നെയാണ് പറഞ്ഞത്, ദൈവവചനത്തിന് മുമ്പിൽ അടിയറ വെച്ച് എൻ്റെ അമ്മയെ പോലെ തന്നെ ആകണം നിങ്ങളൊക്കെ എന്നാണ് ലൂക്കാ 1
ഈ 38 ആ സമർപ്പണത്തിൻ്റെ വിശകലനമാണ് ലൂക്കായുടെ സുവിശേഷം 11:27-28 പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ സാത്താൻ നമ്മുടെ ജീവിതങ്ങളിൽ കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ പൊട്ടിക്കാൻ, നമ്മുടെ ജീവിതങ്ങൾക്ക് നേരെ, ആത്മരക്ഷയ്ക്ക് നേരെ എപ്പോഴും കെണിയൊരുക്കുക സാത്താൻ്റെ ജോലിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അതിനൊന്നും കൂടെ കേൾപ്പില്ല. എന്നാൽ മനുഷ്യന് പാപത്തിന്, അവൻ്റെ ഒരു പാപത്തിനും പരിഹാരം ചെയ്യാൻ കേൾപ്പില്ല. അതുകൊണ്ട് ദൈവം സ്വപുത്രനെ നൽകാൻ, എൻ്റെ പാപത്തിന് പരിഹാരമായി സ്വപുത്രനെ ബലിയായി നൽകുവാൻ ദൈവം തീരുമാനമെടുത്തപ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ വന്ന് പിറക്കാൻ വാസയോഗ്യമായൊരിടം മറിയത്തിൽ കണ്ടെത്തിയെന്ന് പറയുന്നത് പരിശുദ്ധിയുടെ പൂർണ്ണതയുടെ പരിപൂർണതയാണ്. അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിറവിൻ്റെ പൂർണ്ണതയാണ്. അതിൽ കഴിഞ്ഞൊരു വാക്കത് പറയാനില്ല. അതുപോലെ ഒരു പരിശുദ്ധിയുടെ കേന്ദ്രബിന്ദുവായി പരിശുദ്ധ അമ്മ മാറി. സകല ജനപദങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. സകല ജനപദങ്ങളും, ജനിച്ചവര്, ജനിക്കാൻ പോകുന്നവര്, മുഴുവൻ ജനപദങ്ങളും ഈ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക. എന്തുകൊണ്ട്? ദൈവത്തിന് പിറക്കാൻ ഇടം കൊടുത്തു. എന്തിന്? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ എനിക്കാവില്ല. അതുകൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി സ്വപുത്രനെ നൽകാൻ തക്ക വിധത്തിൽ അതേ പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ കണ്ടു, പരിശുദ്ധ അമ്മയെ വിളിച്ചു, പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു. വിളിയോടും തിരഞ്ഞെടുപ്പിനോടും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച അമ്മ. അതുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ചവർ ഇന്നോളം പരാജയപ്പെട്ടു പോയിട്ടില്ല. അമ്മയുടെ മതിൽച്ചെടി പ്രാർത്ഥിച്ചുള്ളവർ ഇന്നോളം പരാജയപ്പെട്ടു പോയിട്ടില്ല. അവരെ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ പറയുന്ന പോലെ സഹായം അപേക്ഷിച്ചവർ ഒരുനെയെങ്കിലും ഇന്നോളം കൈവിട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ ഒരു അഭിഷേകം ഉണ്ടാകും, ഒരു നിറമുണ്ടാകും, ഒരു പൂർണ്ണതയുണ്ടാകും, ഒരു പ്രത്യാശയുണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. നമുക്ക് ഓരോ കാൽവെപ്പുകളും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ അമ്മ നമ്മെ സഹായിക്കും. അമ്മ നമ്മെ കരം പിടിച്ച് നടത്തും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമുക്കും ഈ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച്, പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ച പോലെ വചനം സ്വീകരിച്ച്, പരിശുദ്ധ അമ്മയുടെ വിനയവും എളിമയും പോലെ നമുക്കും വിനയത്തോടും എളിമയോടും കൂടെ അത് തകർന്നടിഞ്ഞു പോയ അപ്പസ്തോലന്മാരെ, യേശുവിൻ്റെ കുരിശിലെ ബലിക്ക് ശേഷം തകർന്നടിഞ്ഞു പോയ അപ്പസ്തോലന്മാരെ ഒരു കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തുവാൻ ലൂക്കാ സുവിശേഷത്തിലെ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ അത് വളരെ വിശദമായി പറയുന്നുണ്ട്. പത്രോസിൻ്റെ മാളികയിൽ 10 ദിനരാത്രങ്ങളിൽ പരിശുദ്ധ അമ്മ ഈ അപ്പസ്തോലന്മാരെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ചേർത്ത് നിർത്തി ദൈവമഹത്വത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ആത്മനിറവുണ്ടായി. അതുകൊണ്ട് നമുക്ക് ഈ ആത്മനിറവിന് വേണ്ടി പരിശ്രമിക്കാൻ, പ്രാർത്ഥിക്കാം. ദൈവവചനം കൂടുതൽ പഠിക്കാനും ധ്യാനിക്കാനും അത് ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമുക്കും ഈ ഒരു അഭിഷേകം സ്വീകരിക്കാൻ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.